ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോട്ടയം സ്പെഷ്യൽ മീൻ കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ വറ്റയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുടംപുളി, ഉലുവ, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ: കാശ്മീരി മുളക് പൊടി, നല്ല മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8-9 അല്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു ഇടത്തരം കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരണം. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളുക. എൻ്റെ കയ്യിൽ മൺചട്ടി പഴയതായതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്. നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിനി മസാല ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ഞാൻ കുറച്ച് വെള്ളം ചാലിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ടും ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് ചൂട് വളരെ കുറച്ച് വെച്ച് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം കൂടെ കരിഞ്ഞു പോകും. ഇതുപോലെ ഇച്ചിരി വെള്ളം ചാലിച്ച് വെള്ളത്തിൽ കുഴച്ച് പൊടികൾ ചേർക്കുവാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഇത് കരിഞ്ഞു പോകത്തില്ല. എന്നിട്ട് ഇത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം. നമ്മൾ ഈ കറിയിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മളുടെ കയ്യിലുള്ള മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം മാത്രമേ ചേർക്കാവൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3 ചുള കുടംപുളി ചേർത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയിട്ട് കൊടുത്താൽ മതിയാവും. എൻ്റെ കയ്യിലുള്ളത് നല്ല കുടംപുളിയാണ്. ഇത്രയും പുളി ധാരാളമാണ്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എത്രയും ചാറ് കുറച്ച് കറി വെക്കാമോ അത്രയും ടേസ്റ്റ് ആയിരിക്കും മീൻ കറിക്ക്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോഴത്തേക്ക് ഈ മീൻ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടാവും. അതിനുശേഷം തീ കുറച്ച് ഒരു 15 മിനിറ്റ് കൂടെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഈ ചാറെല്ലാം നന്നായിട്ട് കുറുകി വരും. ഇപ്പം മീൻ ചാറൊക്കെ നന്നായി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാലറിയാം. എണ്ണയൊക്കെ തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ചാറ് പിടിച്ചിട്ടുമുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കാൻ പോവാണ്. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറക്കാം. ആ മീൻകറി കണ്ടോ, എന്തിതായിട്ടാണ് കിടക്കുന്ന. ചാറെല്ലാം നന്നായിട്ട് കഷ്ണങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതുപോലെ എണ്ണയെല്ലാം മുകൾ വശത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കോട്ടയം മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ ഒരു പാടുമില്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചാറൊന്നും അധികം വെക്കരുത്. പൊടികളൊക്കെ കൃത്യമായിട്ട് ഈ അളവിൽ തന്നെ എടുക്കണം. അപ്പോൾ ഇതിനകത്ത് കാണരുതോ, ആ ചാറൊക്കെ കണ്ട എന്ത് കുറുകിയാണ് കിടക്കുന്നത്. കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻകറി ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി കപ്പയില്ലെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇത് സൂപ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.